ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു ലേസി ഡിന്നർ പ്രിപ്പറേഷൻ വീഡിയോ ആണ്. കാരണം എനിക്കിന്ന് വർക്ക് ഉണ്ടായിരുന്നു, ഒരു മെഹന്തിയുടെ വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ പോകണമെന്ന് വെച്ചാണ്, പക്ഷെ പോയത് ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചെന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നൊക്കെ കഴിയുമ്പോൾ ഞാൻ നല്ല ലേറ്റായി. ഫുഡ് ഉണ്ടാക്കിയില്ല. ഇപ്പം എത്ര മണിയാണ് നോക്കുന്നത് ഗൈസ്? 3 മണിയായി. ഇതിൽ നേരത്തെ സാധാരണ ഉണ്ടാക്കുന്നത് ഞാൻ ജിമ്മിലും പോയില്ല, ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈം എനിക്കില്ലായിരുന്നു. ഞാൻ കുറച്ച് നേരം ഉറങ്ങി, TV കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി പോയതുപോലും ഞാൻ അറിഞ്ഞില്ല ഗൈസ്. എന്നിട്ട് ഞാൻ ഇപ്പം എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഫുഡ് ഉണ്ടാക്കുവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നിച്ചുണ്ടാക്കാം. ഞാൻ 3 ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. എന്തോ അവിടെ കുത്തിക്കൊണ്ടിരിക്കുന്നോ? എൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഉണ്ടോ ഗൈസ്? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഇവിടെ ഒന്നും ഒരു പാത്രം പോലും ഇല്ലായിരുന്നു. ഇപ്പം കാണിച്ചു. ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയാൽ ഇങ്ങനെയാണ് അവസ്ഥ. ഇതൊക്കെ ഇടും ഞാൻ. ഇതിടും. നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. ഒറ്റയ്ക്ക് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ അവസ്ഥ. ഓക്കെ ഗൈസ്, നമുക്ക് ഉണ്ടാക്കാം. 3 ബ്രെഡ് ടോസ്റ്റ്. 3 മതിയോ? 3 മതിയോ? ഓക്കെ, 3. എനിക്ക് യിപ്പി കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ നോട്ടു അങ്ങ് യിപ്പി ഉണ്ടാക്കാം. എനിക്ക് വേറൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഫുള്ളൊരു ലേസി ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മെനു ഇന്നത്തെ. സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കാം. ഇതും ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് വൃത്തിയാക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഫോക്കസ് ഇട്ടിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ഫോക്കസ് ഇട്ടത്. അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട്. ചെയ്യാം ഗൈസ്, എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടണമെന്ന് വെച്ചാൽ എനിക്കന്ന് ലൈവ് ചെയ്തപ്പോഴും ഞാൻ ഓർത്ത് വീഡിയോ ഇടണം, പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല. എൻ്റെ ഫ്രണ്ട് ബിസി, എൻ്റെ ഹസ്ബൻഡ് ബിസി, പിന്നെ നിങ്ങളെല്ലാവരും ബിസി. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് സൈഡാക്കിയതാണ്. പിന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിന് പോകാനുള്ള കാര്യങ്ങൾ. പക്ഷെ അതിൻ്റെ അത് ഞാൻ എന്നിട്ട് ലേറ്റായിട്ടാണ് പോയത്. ഞാൻ പറഞ്ഞ ടൈമിലൊന്നും അല്ല ചെന്നത്, അതും കുറച്ച് ഡിലേ ആയിപ്പോയി. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയി ഗായ്സ്. വേറെന്താണ് ഗൈസ് വിശേഷങ്ങൾ? കുറച്ച് ദിവസമായില്ല ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇടാലോ. ഓക്കെ, നമുക്ക് എഗ് എടുക്കാം. എഗ് എടുത്തിട്ടുണ്ട് ഗൈസ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ലിറ്റിൽ ബിറ്റ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാത്രം. ഫോക്കസ് പ്ലീസ്. ഈ അടുത്ത് വരുമ്പോൾ ലൈറ്റ് ഉള്ളൂ, വെട്ടക്കുറവുണ്ടോ? ഓക്കെയാണ് ഗൈസ്. ഓക്കെ അല്ലേ? കഴിയുമ്പോഴാണ് ലൈറ്റിന് കൊടുക്കാം. ഞാനൊരു കാര്യം പറയാം. എൻ്റെ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന ആർക്കും എനർജി ഇല്ല. ഒരുമാതിരി എന്തുവാ ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു ഗൈസ്. നിങ്ങൾ തന്നെ പറയാം. റെഡിയായി. ഞാൻ ക്യാമറ ഇങ്ങോട്ടാണ് വെച്ചിരിക്കുന്നത്, പക്ഷെ ഞാൻ നോക്കുന്നത് എൻ്റെ ഫേസ് സ്ക്രീനിലാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കുന്ന പോലെ തോന്നും. ചിക്കൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്താ ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ കഴിക്കാൻ നമുക്ക് ഓഫ് ചെയ്യാം ഗൈസ്. ഇതാണ് ഗൈസ്. പിന്നെ ചിക്കൻ ഇതിനെ തൂക്കാനാണോ?
പ്ലേറ്റിൽ. അപ്പം എനിക്കുള്ള ഇപ്പി ഉണ്ടാക്കാം ഗൈസ്. ഇനി ഇത് കഴിഞ്ഞു കൊടുക്കട്ടെ. ഇനി നമുക്കുള്ള എനിക്കുള്ള ഇപ്പി റെഡിയാക്കാം ഗൈസ്. അപ്പം അത് റെഡിയാക്കാം. എനിക്ക് തോന്നുന്നു ലൈറ്റ് കുറച്ച് കുറവ് പോലെ. പുള്ളി ഗൈസ്. ലൈറ്റ് ചെക്ക് ചെയ്യാൻ പോയിട്ട് എൻ്റെ കൈയാണ് പോയത്. യെസ്, ഓക്കെ. ഇത് വേണ്ട. കാരണം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഫാം ലൈറ്റാണ് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ കാണും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. ടൈമില്ല ഗൈസ്. ഞാൻ ചൂടാക്കി. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ട ആ രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മേ ബി ശരിയാവുമായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പ്രൊമോഷൻ ഒന്നും പിന്നെ ക്ലീൻ ആക്കാനുണ്ട്. ഞാനിനി ഇരട്ടിക്കണം. ഞാൻ പിന്നെ ചെയ്യണ്ട. കുറച്ച് വെള്ളം എടുക്കാം. മറ്റേ ഇപ്പിടാത്ത മസാല എടുക്കാം. പിന്നെ എന്തൊക്കെയോ ചതച്ച് അരച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതിനിപ്പോൾ ടൈമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഇപ്പി മസാല എല്ലാം അത് നമുക്കൊന്ന് അതിൻ്റെ അകത്ത് വെജീസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി മസാല അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് ഉണ്ടാക്കിയപ്പോൾ രണ്ട് മസാല എടുക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് വിശപ്പില്ല. പക്ഷെ ഒന്നിപ്പോൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര വിശപ്പായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കിയേക്കാം. ഞാൻ കഴിച്ചുകൊണ്ട് കിടന്നാൽ കുഴപ്പമില്ല. നാളെ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കളർ വേണ്ട, ഇത് മതി. നിങ്ങൾ എങ്ങനെയാണ് ഗൈസ് കുക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഇപ്പി ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. നല്ല കളർ വേണം. അതാണ് എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ കിട്ടണം എനിക്ക്. കളറ് നല്ലപോലെ കളറുണ്ടായിരുന്നു. അതിന് ഞാൻ മുമ്പൊക്കെ ചെയ്യും എക്സ്ട്രാ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യും. എനിക്ക് കളറിന് വേണ്ടിയിട്ട് മാത്രം. ഇതൊരു പക്ഷെ ഭയങ്കര എരിവായിരിക്കും. കാശ്മീരി ചില്ലി പൗഡറിന് എരിവുണ്ട് കേട്ടോ ഗൈസ്. അതെനിക്ക് ഈയിടെയാണ് മനസ്സിലായത്. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ വാങ്ങിച്ച് വെച്ച് അത് ഇട്ടിട്ട് പോലും അതിന് നല്ല എരിവുണ്ടായിരുന്നു. അതിപ്പോൾ തൊട്ട് ഞാൻ എരിവ് കഴിക്കത്തില്ല. ഇങ്ങനെ വല്ലപ്പോഴും ഇപ്പി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ മാത്രം എനിക്ക് കുറച്ച് നല്ല എരിവുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അച്ചാർ അങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോൾ ഒക്കെ നല്ല എരിവുണ്ട്. സോ അത് ആക്കി കൊടുക്കാം. ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഗൈസ്. അതൊന്നും നിങ്ങൾ ടിക്ക് എന്നും പറഞ്ഞ് കണ്ടിട്ട് ഗൈസ്. അപ്പം കുറേയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതുണ്ടാക്കിയിട്ട് അതിൻ്റെ പാത്രം മാത്രം കഴുകാനുള്ളൂ. ബാക്കിയെല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് പിന്നെയും മടിയാവും. അതിപ്പോൾ തന്നെ എല്ലാം അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൗണ്ട് കുറച്ച് വെക്കുന്നത്. ഒരു 1 പീസ് കുറച്ച് റൗണ്ടും ഒരു പകുതി ഇട്ടിട്ടുണ്ട്. പഴം കഴിക്കാൻ ഗൈസ്. വിശക്കുന്നു. ഇതാ പറഞ്ഞു. അപ്പം ഞാൻ കഴിക്കണ്ടെന്ന് വിചാരിച്ച് എനിക്ക് കിടന്നിരുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ എഴുന്നേറ്റ് വരും. കാര്യം നല്ല ഇപ്പോൾ കഴിച്ചിട്ടാണ്.
ഞാൻ തീർന്നു ക്ലീൻ ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കളർ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു റെഡ് കളർ ഉണ്ടാവില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഇനി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം, ട്രൈ ചെയ്യാൻ. പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചിലതൊക്കെ ഫ്ലോപ്പായി പോകും. ഇരിക്കട്ടെ. കുടിച്ചോ? അതിനെന്താ, അതവിടെ അപ്പുറത്താ. ഇല്ല, വാ, എനിക്ക് ഇച്ചിരി തരണം. അതില് വരത്തില്ല, കാണാൻ പറ്റത്തില്ല. നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ കുക്കിങ് മാത്രമേ ഉള്ളെന്ന്. അല്ല ഗൈസ്, ഞാനിവിടെ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് വീഡിയോ എടുത്തിന് ഇതാ. ഞാൻ എന്നും വിചാരിക്കും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ താമസിക്കും. അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വാട്ട് ഈറ്റിൻ്റെ ഡേ ചെയ്യണമെന്ന് വിചാരിക്കും. അത് ഞാൻ താമസിച്ച് എഴുന്നേൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കഴിക്കും. ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് കറക്റ്റായിട്ട് കഴിക്കുന്നു. നാളെ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ദിവസം എന്തായാലും കറക്റ്റായിട്ട് വീഡിയോ ഇടും. വാട്ട് ഈറ്റിൻ്റെ ഡേ ചെയ്യാം. സോറി ഗൈസ്, സോറി. ഇതായിട്ടുണ്ടോ? എന്നാലും കളറില്ലല്ലോ. പിന്നെ എങ്ങനെ ഈ വീഡിയോ ആഡിലൊക്കെ ഇങ്ങനെ ഇത്രയും കളർ വരുന്ന? ഇടുവേ? ആ കേട്ടോ ഗൈസ്, ഇത് ഞാൻ ഇടൂ. ഫ്രെയിമിൽ വരുന്നില്ലെന്നല്ലോ ചോദിക്കുന്നുണ്ടായിരിക്കും. നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഉള്ളത് നൂഡിൽസ് അബ്സോർബ് ചെയ്ത് വെള്ളമൊക്കെ വറ്റി ഉണങ്ങി വരണ്ട് ഡെസേർട്ട് പോലെ ഇരിക്കും. കുറച്ച് തരുമോ? പിന്നെന്താണ് ഗൈസ്, ഇതിൻ്റെ മീൽസ് എങ്ങനെയുണ്ട് ഗൈസ്? മീൽസ് എങ്ങനെയുണ്ട് ഗൈസ്? ഒരു രസത്തിന് ഞാൻ ഷേപ്പ് അങ്ങ് മാറ്റി. അതൊക്കെ പറയും, ഞാൻ ഇടൂ. ആ ഗൈസ്, നിങ്ങളിത് കുടിക്കാറുണ്ടോ ഗൈസ്? അയ്യോ, കുടിക്കാറുണ്ടോ ഗൈസ്? നമ്മുടെ സർവശക്തി എടുത്ത് കുടിക്കുക. ഷേക്ക് വെൽ. ഇതാണ് നമ്മുടെ എന്ത് പൗഡർ? വേ പ്രോട്ടീൻ. അത് ഞാൻ കുടിക്കത്തില്ല, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുടിക്കും. എനിക്കെൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ഗൈസ്. വാനില അല്ലേ? വാനില. പക്ഷെ എനിക്കിത് ഇഷ്ടമല്ല. എന്തൊരു ചുവ പോലെ, മിൽക്കി ബാർ വെള്ളത്തിയിട്ട് കലക്കിയത് പോലെ ഇരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞിട്ട് എടുക്കാം ഗൈസ്. പിന്നെ നമ്മൾ പാല് കുടിക്കാൻ പോകുന്നു. ഇത് അൺഫിൽറ്റേർഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും എഡിറ്റ് ചെയ്ത് കളയത്തില്ല. ചിലതൊക്കെ കളയും, കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതൊക്കെ കുറച്ച് ലോങ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കളയും. ബാക്കിയെല്ലാം അൺഫിൽറ്റേർഡ് ആണ്. ഇത് നിങ്ങൾ കുടിക്കാറുണ്ടോ ഗൈസ്? ഇത് കുടിക്കാറുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റേ സാധനവും കുടിക്കാറുള്ളവർ കമൻറ്റ് ചെയ്യുക. വേ പ്രോട്ടീൻ ഇത് നല്ലതാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്.
ഇത് ഇത് ഓൾറെഡി പാസ്ചറൈസ്ഡ് ആണല്ലേ. ഞാൻ വീഡിയോ എടുക്കുക. ഞാൻ ഇതിലൊന്നും കട്ട് ചെയ്തില്ല ഗൈസ്. അപ്പൊ ഞാൻ ഇതെല്ലാം കേൾപ്പിക്കും. എന്തോ അത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതാണ് സാധനം. സത്യമായിട്ട് പറഞ്ഞ ഞാൻ ഇടും. ഇതിപ്പോ പറഞ്ഞു തന്നല്ലോ, അതാണ് ഈ സാധനം. ഇത് നമുക്ക് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങനെ കുടിക്കാം. അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി അറിയത്തില്ല എന്നൊന്നും പറയല്ലേ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞോളൂ. ഇനി അറിയാത്തവരില്ലെങ്കിൽ, അറിയുന്നവരാണെങ്കിൽ അതങ്ങ് കളയുക ഗൈസ്. വെട്ട എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും ഗൈസ്. ഞാൻ ലൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത് ഈ ഒരു കളറിലാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് മാറിപ്പിക്കും. ഓക്കെ, ഇത് വേണ്ടേ, കുടിക്കാൻ വേണ്ടേ? എനിക്കിത് ഇതിൻ്റെ അകത്ത് ബൂസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കട്ടെ ഗൈസ്. അല്ലാതെ ഞാൻ ബൂസ്റ്റ് കുടിക്കാമെന്ന് ഓർത്തതാ, പക്ഷെ അത് കുടിച്ചു നോക്കാം. പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വേ പ്രോട്ടീൻ. ഇറ്റ്സ് ഗുഡ് ഗൈസ്. അപ്പം ഞാനിനി ഫുഡ് കഴിക്കാൻ പോവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ലേസി ഓവർനൈറ്റ് കുക്കിംഗ് വീഡിയോ ആണ്. കാരണം എല്ലാ പണിയും കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ ഒരു മടി പിടിച്ച ഡിന്നർ പ്രിപ്പറേഷൻ. ഡിന്നർ കഴിഞ്ഞ് നിങ്ങൾക്കിത് സത്യം പറയാൻ എന്താണെന്നറിയാമോ? ഇതിന് പറയേണ്ടത് ഇടയത്താഴം എന്നാണ്. നോമ്പിൻ്റെ ടൈമിൽ ഇടയ്ക്ക് നിന്നിട്ട് ഫുഡ് കഴിക്കത്തില്ലേ, സുബഹി ടൈം, അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഡിന്നർ. ഓക്കെ, ഞങ്ങൾ കംപ്ലീറ്റ്ലി വേറെ രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇടയത്താഴം. നിങ്ങൾക്കുള്ള ഇടയത്താഴം, ഞങ്ങൾക്കത് ഡിന്നർ, അതാണ്. ഓക്കെ, അപ്പോൾ ഞാനത് ഇനി ഒരു ബൗളിലോട്ട് മാറ്റട്ടെ. ഇതും കഴുകി വെക്കണം. എനിക്ക് ഈ ഒരു പാത്രം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കാരണം കാണാൻ ക്യൂട്ടാണ്, രണ്ട് സൈഡും പിടിച്ച് കഴിഞ്ഞാൽ കൈ പൊള്ളത്തില്ല. വേറെ ഇതുപോലത്തെ ഉണ്ട്, പക്ഷെ അതൊരു എൻ്റെ ഗ്രാനൈറ്റും അതിനെന്തോ വേറെ ടൈപ്പ് ഒരു സ്റ്റോൺ ടൈപ്പ് ഉള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ സൈഡ് വശം പക്ഷെ കൈ പൊള്ളും, വുഡല്ല. സോ അത് കൊണ്ട് ഈ പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് മൈ ഫേവറേറ്റ് പാൻ ടു കുക്ക് ഫുഡ്, ഇങ്ങനെ പറയാം. ഇതൊക്കെ എൻ്റെ ന്യൂഡിൽസ് റെഡിയായി ഗൈസ്. ഞാൻ പോയി കഴിക്കട്ടെ, കഴിച്ചിട്ട് കിടന്നുറങ്ങണം. പിന്നെയും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഇതുപോലത്തെ അല്ല ഗൈസ്, ഞാൻ പറഞ്ഞ വീഡിയോസിൻ്റെ ഒക്കെ അത് ഓരോരുത്തരുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് വേണം എനിക്കത് സെറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത്. സോ ഇനി ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. നമുക്ക് നൂഡിൽസ് കഴിക്കാം, ചൂടാണ്. ഞാൻ 2 പാക്കറ്റ് മസാല ഇട്ടിട്ടുണ്ടാകും, അതുകൊണ്ട് ഇത്രയും കളർ, ഇല്ലെങ്കിൽ ഇത്രയും കളർ പോലും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, സോഫ്റ്റ് ബണ്ണിൻ്റെ. നിങ്ങളത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം, കാരണം അത് ഒരു അടിപൊളി ടേസ്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓവർ സ്വീറ്റ്നെസ് അല്ല. എനിക്ക് ഒരുപാട് നമുക്ക് ചില സ്വീറ്റ്സ് കഴിക്കുമ്പം മത്തടിക്കത്തില്ലേ, ഐ മീൻ എന്താ, നമുക്കൊരു ഇതുണ്ടാവുമല്ലോ കുത്തുപോലെ, അതില്ല ഇതിൽ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്. അതുകൊണ്ട് നിങ്ങളത് ട്രൈ ചെയ്യുക. നോട്ട് എ പ്രമോഷൻ ഓർ ആഡ്, അങ്ങനെയൊന്നുമല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നല്ല ടേസ്റ്റാണ്, സത്യമായിട്ടും പറയാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണണം, ബാക്കി വീഡിയോസ് കാണുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ടാറ്റാ, ഗുഡ് നൈറ്റ്.